ഹായ് ഓൾ, വയലിൽ ക്യാപിറ്റലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു സ്പെസിഫിക് ഡേറ്റിന് ഒരു എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു മാർഗമാണ്. അതായത് SWP, സിസ്റ്റമാറ്റിക്കൽ വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം. അതിലേക്ക് കടക്കുന്നതിനേക്കാളും മുന്നേ 2-3 അപ്ഡേറ്റ്സുകൾ ഞാൻ തരാം. ഇന്ന് ഇൻട്രാഡേ സെൻസെക്സ് 80,000 കടന്നു, നിഫ്റ്റി 24,300 കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ജൂൺ മാസം 43 ലക്ഷം പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകൾ പുതുതായിട്ട് തുടങ്ങി നമ്മുടെ രാജ്യത്ത്. മൊത്തം ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 16 കോടി കവിഞ്ഞു. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കഴിഞ്ഞ മാസം മാത്രം 44 ലക്ഷം പുതിയ SIP അക്കൗണ്ടുകൾ രാജ്യത്ത് തുറക്കപ്പെട്ടു. ഓരോ മാസവും SIPയിൽ കൂടി മാത്രം, മ്യൂച്വൽ ഫണ്ട് SIPയിൽ കൂടി മാത്രം 21,500 കോടി രൂപ മാർക്കറ്റിലോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫിഗർ ഓരോ മാസവും കൂടി വരികയും ചെയ്യുകയാണ്. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. മുന്നെയൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു ഒരു വലിയ ഘടകം മാർക്കറ്റ് കയറുന്നതിൻ്റെ. കഴിഞ്ഞ മാസം വരെ ഇൻഫാക്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞൊരു 12 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എന്നിട്ട് പോലും മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അടക്കം മാർക്കറ്റിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജൂൺ 4 പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം എല്ലാ ആഴ്ചയും മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചയും അതുതന്നെയായിരിക്കും ട്രെൻഡ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജൂലൈ മാസം ട്രഡീഷണലി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാസമാണ്. കാരണം കമ്പനികളുടെ റിസൾട്ടുകളൊക്കെ നല്ല രീതിയിൽ വന്ന് അത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ മാറ്ററിലേക്ക് തിരിച്ചു വരാം. സിസ്റ്റമാറ്റിക്കൽ വിഡ്രോവൽ പ്ലാൻ. ഞാൻ മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, രാജേഷ്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് എല്ലാ മാസവും അതിന് ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ മാസമുള്ള ഒരു ദൈനംദിന ചെലവുകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫണ്ട് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അതേ രീതിയിൽ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ സമീപിക്കുകയാണെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ളൊരു എമൗണ്ട്, സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപ ഒരു ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും അതിൽ നിന്ന് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്, അതായത് 1-ാം തീയതി, എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾക്കൊരു 10,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ SWP പ്രകാരം നമ്മൾക്ക് ഈ ഒരു എമൗണ്ട് എല്ലാ മാസവും ആ ഒരു സ്പെസിഫിക് ഡേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമുക്ക് 3-4 തരത്തിൽ ചെയ്യാം. 1, ഇക്വിറ്റി ഫണ്ടുകളിൽ ചെയ്യാം. 2, ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, അതായത് ഇക്വിറ്റിയും ഡെപ്റ്റും മിക്സ് ചെയ്തിട്ടുള്ള ഫണ്ടുകളിൽ ചെയ്യാം. അതല്ല, പൂർണ്ണമായിട്ടും ഡെപ്റ്റ് ഫണ്ടുകളിലും ചെയ്യാം. ഡെപ്റ്റ് ഫണ്ടുകളിൽ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത് നമ്മൾക്ക് ഒരു സ്പെസിഫിക് ഗ്രോത്ത് ഒരു ഓൾമോസ്റ്റ് ഗ്യാരണ്ടി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഡെപ്റ്റ് ഫണ്ടുകൾ. സപ്പോസ് ഒരു 8% ഗ്രോത്ത് കിട്ടുന്നൊരു ഡെപ്റ്റ് ഫണ്ട് ആണെങ്കിൽ ഒരു 6,500 രൂപ വെച്ചിട്ട് നമുക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളായിക്കോട്ടെ, ഓൺ ആൻ ആവറേജ് ഒരു 10 മുതൽ 15% വരെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയും ചെയ്യാം. ഇക്വിറ്റി ഫണ്ടിലാണ് ഞാൻ കുറച്ചുകൂടി അഡ്വൈസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി ചെയ്ത് എൻ്റെ ഒരു റിയൽ ടൈം സ്റ്റോറി ഞാൻ പറയാം. കഴിഞ്ഞ ഏപ്രിലിൽ 10 ലക്ഷം രൂപ ഞാൻ നമ്മുടെ മാനുഫാക്ചറിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ മാസവും 10,000 രൂപ SWP ഞാൻ ഈ കഴിഞ്ഞ മാസം അടക്കം ഞാൻ വാങ്ങിച്ചു. അതിൽ 10,000 രൂപ എല്ലാ മാസവും വാങ്ങിച്ചതിന് പുറമെ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ക്യാപിറ്റലും നല്ല രീതിയിൽ വർദ്ധിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇക്വിറ്റി ഫണ്ടിൽ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു സമയം നിങ്ങൾ തരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടിൽ SWP ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും അഭികാമ്യം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ഒരു ലംസം എമൗണ്ട് ഒരുമിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കയ്യിലില്ലാത്ത ആൾക്കാർക്ക്
രണ്ടാമതൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ SIP മുഖാന്തരം ഒരു 10,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും SIP ചെയ്യുക അടുത്ത 5 വർഷത്തേക്ക്. അത് നല്ലൊരു എമൗണ്ട് ആയി മാറിയതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ഇതേ 10,000 രൂപ നിങ്ങൾക്ക് ആജീവനാന്ത കാലം തിരിച്ച് ഇങ്ങോട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഒരു എമൗണ്ട് ഇപ്പോൾ 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലില്ല, ഒരു 6-7 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വരിക. അത് ഒരു വർഷത്തേക്ക് അത് ഗ്രോ ചെയ്യാൻ വിട്ടിട്ട് ഒരു വർഷത്തിന് ശേഷം നമ്മൾക്ക് SWP പ്രകാരം എല്ലാ മാസവും ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാക്കാം. അങ്ങനെ ചെയ്യാനുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഈ വിഡ്രോവൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എടുക്കുന്ന എല്ലാ പേ ഔട്ട്സിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും, ഒരു വർഷത്തിന് മുകളിലുള്ള പേ ഔട്ട്സിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 15%, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10%. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് കൂടി നമ്മൾക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ പേ ഔട്ട് സ്വീകരിക്കാൻ തുടങ്ങുന്നതെങ്കിൽ. ഏത് രീതിയിലായാലും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും മ്യൂച്വൽ ഫണ്ട് ത്രൂ ഉള്ള SWP എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ ബാങ്കിൽ നമ്മൾക്ക് തുച്ഛമായ 6 മുതൽ 7% വരെ നമ്മുടെ എത്രയാണോ നമ്മൾ ടാക്സേഷൻ, ആ ടാക്സേഷൻ പ്രകാരമുള്ള ടാക്സും കൊടുത്ത് നമ്മൾ ഈ ഒരു എമൗണ്ട് എല്ലാ മാസവും വാങ്ങിക്കുന്നതിന് പകരം നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 മുതൽ 12% വരെ നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, അതായത് അടുത്ത 5 വർഷത്തെ ഒരു ഗ്രോത്ത് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഓപ്ഷനാണ് ഇത്. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ പർച്ചേസിങ് പവർ ഓരോ മാസം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. അതായത് 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് എല്ലാ മാസവും ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പർച്ചേസിംഗ് പവർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 30% അല്ലെങ്കിൽ 30% അതിൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞിട്ടുണ്ടാവും. ആ 10 ലക്ഷം രൂപയുടെ ആക്ച്വൽ വാല്യൂ ഒരു 6 ലക്ഷം രൂപയോ 7 ലക്ഷം രൂപയോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം മ്യൂച്വൽ ഫണ്ടിൽ ഇതിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ ഒരിക്കൽ കൂടി ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് ഓപ്ഷൻ ടു ഗെറ്റ് എ മന്ത്ലി പേ ഔട്ട് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്, എ സ്പെസിഫിക് എമൗണ്ട് ഓൾസോ. ഓക്കെ, പിന്നെ ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വയലൽ ക്യാപിറ്റൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക @rajesh.vayalil. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് ഓൾ ഓഫ് യു.